ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നാണ്. അത് 2 സെക്ഷനാണ് ഉള്ളത് ഈ സബ്ജക്റ്റിൽ. ആദ്യത്തെ സെക്ഷൻ ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിങ്ങും രണ്ടാമത്തെ സെക്ഷൻ ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങും ആണ്. അതിൽ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സെക്ഷനാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഈ സെക്ഷനിൽ സിലബസിലെ അവസാനത്തെ 3 മോഡ്യൂൾസ്, അതായത് മോഡ്യൂൾ 4, 5, 6 ആണ് ഉള്ളത്. ആദ്യം നമുക്ക് ഈ സബ്ജക്റ്റിന് ഏത് ടെക്സ്റ്റാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ സിലബസിൽ റെഫറൻസ് ടെക്സ്റ്റ് ബുക്സ് ആയിട്ട് ഇത്രയും ടെക്സ്റ്റുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ 2 ബുക്സാണ് നമുക്ക് ആക്ച്വലി ആവശ്യമുള്ളത്. അതിൽ ഒരെണ്ണം ബെഞ്ചമിൻ എന്ന് പറയുന്ന ഓഥർ എഴുതിയ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന ബുക്കാണ്. അതിൻ്റെ 10th എഡിഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അതാണ് എൻ്റെ ഒപ്പീനിയനിൽ ഏറ്റവും നല്ല ബുക്ക്. ഇത് മോർ ദാൻ 2 decades ആയിട്ട് സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് ബെഞ്ചമിൻ്റെ. അതൊരു നല്ല ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്, നമ്മുടെ സിലബസ് പ്രകാരമുള്ള ടെക്സ്റ്റ് ബുക്കാണ്. അപ്പം അത് പണ്ടുപോലെ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ പഠിച്ചിരുന്നപ്പോഴും ഞാൻ പഠിപ്പിച്ചിരുന്നപ്പോഴും എല്ലാം സജസ്റ്റ് ചെയ്തിരുന്ന ബുക്ക് തന്നെയാണ് ഇത്. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പഠിക്കാൻ കുറച്ച് ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ഒന്നുകിൽ അത് വാങ്ങിക്കുക. അതിൻ്റെ വില മേ ബി ബിലോ 100 ആണെന്ന് തോന്നുന്നു. 100 rupees പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ല എങ്കിൽ ബാലേന്ദ്രൻ സാർ എഴുതിയ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഇത് ആക്ച്വലി ബേസിക് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന 2 സബ്ജക്റ്റും കൂടെ ചേർത്തിട്ടുള്ള ബുക്കാണ് ഇപ്പം ഇറങ്ങുന്നത്, പുതിയ എഡിഷൻ എന്ന് പറഞ്ഞാൽ. അത് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് വേറെ ഒരു ഓഥറാണ് എഴുതിയത്. അതും പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ പോർഷൻസ് ബാലേന്ദ്രൻ സാറുമാണ് എഴുതിയത്. അപ്പോൾ ഇത് 2 കൂടെ ചേർത്തിട്ടുള്ള ഒരു ബുക്കും അവൈലബിൾ ആണ്. വേണമെങ്കിൽ ഈ ബുക്കും നിങ്ങൾക്ക് വാങ്ങിക്കാം. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ ബാലേന്ദ്രൻ സാറിൻ്റെ ബുക്ക് എന്ന് പറയുന്നത് നല്ല ഡെപ്തിൽ കൊടുത്തിട്ടുള്ള ഒരു ബുക്കാണ്. വളരെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ടോപ്പിക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. മേ ബി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അല്ലാത്ത മറ്റ് ബ്രാഞ്ചിലെ സ്റ്റുഡൻസ് അത്രത്തോളം ഡെപ്തിൽ ഈ സബ്ജക്റ്റ് പഠിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള ബുക്കായ ബെഞ്ചമിൻ്റെ ബുക്ക് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ആയതുകൊണ്ട് ബെഞ്ചമിൻ്റെ ബുക്ക് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അതല്ല ബാലേന്ദ്രൻ സാറിൻ്റെ ബുക്കിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ അതും ആവാം. രണ്ടും ഒരുപോലെ തന്നെയാണ്. ബാലേന്ദ്രൻ സാറിൻ്റെ ബുക്കിൽ കുറച്ചും കൂടെ പഠിക്കാൻ ഒരുപാട് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടെ ഡെപ്തിൽ പഠിക്കേണ്ടി വരും. അത്രത്തോളം ഡെപ്തിൽ ഈ സബ്ജക്റ്റ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ബാലേന്ദ്രൻ സാറിൻ്റെ ബുക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇതാണ് ബെഞ്ചമിൻ അദ്ദേഹം എഴുതിയ ബുക്ക്, 10th എഡിഷൻ. ശ്രദ്ധിക്കുക, 10th എഡിഷനാണ് വാങ്ങിക്കേണ്ടത്. അതാണ് നമ്മുടെ പുതിയ സിലബസ് പ്രകാരമുള്ള ബുക്ക് എന്ന് പറയുന്നത്. ഒന്നുകിൽ ഇത് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഈ ബുക്ക്, ഈ ഒരു കവർ ഡിസൈനുള്ള ഈ ഒരു ബുക്ക് വാങ്ങിക്കുക. ഇത് ബാലേന്ദ്രൻ സാർ എഴുതിയ ബുക്കാണ്. എനിക്ക് തോന്നുന്നു ഇത് ഈ പർട്ടിക്കുലർ ബുക്ക് 300 rupees എന്തോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ പ്രൈസ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ബുക്ക് വാങ്ങിക്കുക. ഇനി നമുക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കാം. ആക്ച്വലി ഈ വീഡിയോ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നും പഠിപ്പിച്ച് തുടങ്ങുന്നില്ല. അതല്ലാതെ ഈ സബ്ജക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, എന്തൊക്കെ മെഷീൻസിനെ പറ്റി, എന്തൊക്കെ ഡിവൈസസിനെ പറ്റി പഠിക്കാനുണ്ട്, എന്തൊക്കെ പ്രോസസ്സ്, എന്തൊക്കെ സിസ്റ്റത്തെ പറ്റിയൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഈ സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുണ്ട് എന്നതിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് മാത്രമേ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ആക്ച്വലായിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ അടുത്ത വീഡിയോ മുതലേ പഠിച്ച് തുടങ്ങുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, സബ്ജക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. അല്ലാതെ പഠിക്കാനായിട്ട് ഈ വീഡിയോയിലൊന്നുമില്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുക. ഈ സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സബ്ജക്റ്റിൽ 3 മോഡ്യൂൾസ് ആണുള്ളത്. മോഡ്യൂൾ 4, 5, 6 ഈ 3 മോഡ്യൂൾസാണ് നമുക്ക് ഈ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ മോഡ്യൂൾ 4ലും മോഡ്യൂൾ 5ലും പ്രോബ്ലംസ് ഉണ്ട്. എഫിഷ്യൻസിയും വർക്ക് ഡണ്ണും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് മോഡ്യൂൾ 4ലും മോഡ്യൂൾ 5ലും ഉണ്ട്. മോഡ്യൂൾ 6 കംപ്ലീറ്റ്ലി തിയറിയാണ്. ഫിഗേഴ്സൊക്കെ വരച്ച് തിയറി എഴുതാനുള്ളതാണ്. അതിൽ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പം മോഡ്യൂൾ 4ലും 5ലുമാണ് പ്രോബ്ലംസ് ഉള്ളത്. അതിൻ്റെ കൂടെ മോഡ്യൂൾ 4ൽ ഡെറിവേഷനും കൂടെ ഉണ്ട്. എഫിഷ്യൻസിയുടെ ഡെറിവേഷനൊക്കെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മോഡ്യൂൾ 4ലാണ് വരുന്നത്. ഞാൻ സാധാരണ ഈ ഡെറിവേഷൻസും പ്രോബ്ലംസും ഒക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ PPT യൂസ് ചെയ്യാറില്ല. നമ്മൾ ബ്ലാക്ക് ബോർഡ് ഉപയോഗിച്ചാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തൽക്കാലം നമ്മൾ PPT ഉപയോഗിച്ചായിരിക്കും ഈ സെക്ഷൻസും പഠിപ്പിക്കുന്നത്. അത് സഫിഷ്യൻ്റ് അല്ല എന്ന് തോന്നുകയാണ് എങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ആക്ച്വൽ ക്ലാസ് റൂം ടീച്ചിങ് തുടങ്ങുന്ന സമയത്ത് ഈ പോർഷൻസ് ഞാൻ ഒന്നും കൂടി
എടുത്തു തരാം. PPT വെച്ച് പഠിപ്പിക്കുന്നത് സഫീഷ്യൻ്റ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എങ്കിൽ പറഞ്ഞാൽ മതി. ഈ ടോപ്പിക്സ് ഒന്നും കൂടെ ഞാൻ ക്ലാസ്സിൽ വെച്ച് എടുത്തു തരാം. ഡെറിവേഷൻസും പിന്നെ പ്രോബ്ലംസും ഇത് രണ്ടും കുറച്ച് കാര്യമായിട്ട് പഠിപ്പിക്കണമല്ലോ. അത് PPT വെച്ച് പഠിപ്പിച്ചാൽ പോരാ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്നാലും ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തൽക്കാലം നമ്മൾ PPT വെച്ചിട്ട് തന്നെയായിരിക്കും പഠിക്കുന്നത്. അത് മതിയാവുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എങ്കിൽ ക്ലാസ് ആക്ച്വൽ റെഗുലർ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ക്ലാസ് റൂമിൽ വെച്ച് ഞാൻ കാര്യമായിട്ട് പഠിപ്പിച്ചു തരാം. അപ്പം നമുക്ക് ഈ വീഡിയോ നമുക്ക് ഓരോ മോഡ്യൂളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓരോ മോഡ്യൂളിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് ചെറുതായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ആദ്യം മോഡ്യൂൾ 4. അപ്പോൾ ഈ മോഡ്യൂൾ 4-ൽ ബേസിക്കലി തെർമോഡൈനാമിക് സൈക്കിൾസ് ആണ് ആദ്യമേ തുടങ്ങുന്നത്. അതിൽ കാർനോട്ട്, ഓട്ടോ, ഡീസൽ ഈ 3 സൈക്കിൾസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ +2-ൽ ഈ സൈക്കിൾസൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ അതൊന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. നിങ്ങൾ +2-ൽ പഠിച്ചാലും ഇല്ലെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും കൂടെ നമ്മൾ പഠിക്കും. കാർനോട്ട് എഞ്ചിനെ പറ്റിയും പിന്നെ ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള എഞ്ചിൻസിനെ പറ്റിയെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ സൈക്കിൾസിനെ പറ്റിയും പഠിക്കും. അതിൻ്റെ PVTS ഡയഗ്രാംസ് വരച്ച് അതിൻ്റെ വർക്കിംഗ് നമ്മൾ പഠിക്കും. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ എഫിഷ്യൻസി ഡിറൈവ് ചെയ്യും. എഫിഷ്യൻസിയുടെ ഇക്വേഷനും ഡിറൈവ് ചെയ്യും. ഈ 3 എണ്ണത്തിനും എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യും. ഡെറിവേഷൻ 10 മാർക്സിന് എക്സാമിന് ചോദിക്കുന്നതായിരിക്കും. കാണാതെ നമ്മൾ പഠിച്ച് എഴുതാനുള്ളതാണ് ഡെറിവേഷനൊക്കെ. പിന്നെ അതിൻ്റെ പ്രോബ്ലംസും ഉണ്ട്. എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനും ഹീറ്റ് ആഡഡ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും ഹീറ്റ് റിജക്റ്റഡ് എത്രയാണ്, നെറ്റ് വർക്ക് ഡൺ എത്രയാണ്, എഫിഷ്യൻസി എത്രയാണ്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സിമ്പിൾ പ്രോബ്ലംസും ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിക്കും. പിന്നെ IC എഞ്ചിൻസ് ആണ് പിന്നെയുള്ള ഒരു മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ. IC എഞ്ചിൻസും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻസ്, അത് കംപ്രഷൻ ഇഗ്നീഷൻ ടൈപ്പ് ഉണ്ട്, സ്പാർക്ക് ഇഗ്നീഷൻ ടൈപ്പും ഉണ്ട്, പിന്നെ 2 സ്ട്രോക്ക് എഞ്ചിൻസ് ഉണ്ട്, 4 സ്ട്രോക്ക് എഞ്ചിൻസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വർക്കിംഗ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. മാത്രമല്ല കമ്പാരിസണും 2 സ്ട്രോക്കും 4 സ്ട്രോക്കും തമ്മിലുള്ള കമ്പാരിസണും കംപ്രഷൻ ഇഗ്നീഷനും സ്പാർക്ക് ഇഗ്നീഷനും ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസണും ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. പിന്നെ അതുകൂടാതെ തന്നെ IC എഞ്ചിൻസിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് സിസ്റ്റംസിനെ പറ്റി നമ്മൾ പഠിക്കും. ഈ IC എഞ്ചിൻസിൽ എയർ സിസ്റ്റം ഉണ്ട്, ഫ്യൂൽ സിസ്റ്റം ഉണ്ട്, കൂളിംഗ് സിസ്റ്റം ഉണ്ട്, ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോന്നും essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എല്ലാത്തിനും 10 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഡിഫറെൻറ്റ് സിസ്റ്റംസ്, IC എഞ്ചിൻസിലെ ഡിഫറെൻറ്റ് സിസ്റ്റംസിനെ പറ്റി പഠിക്കും. പിന്നെ CRDI, MPFA എന്നീ ടെക്നോളജീസിനെ പറ്റി പഠിക്കും. ഇതും 10 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഇത് ഓരോന്നിനും ഫിഗറുണ്ട്, വർക്കിങ്ങും എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഇതെല്ലാമാണ് ബേസിക്കലി നമ്മൾ ഈ മോഡ്യൂളിൽ പഠിക്കുന്നത്. കണ്ടാൽ കുറച്ചേ ഉള്ളൂ എന്ന് തോന്നും, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നതും കുറച്ച് പാടായിട്ട് തോന്നുന്നതായിട്ടുള്ളൊരു മോഡ്യൂളാണ് ഈ 4th മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മൾ കാര്യമായിട്ട് അത് പഠിക്കും. അപ്പോൾ ഇത്രയാണ് 4th മോഡ്യൂളിൽ ഉള്ളത്. ഈ 4th മോഡ്യൂളിൽ ചോദിക്കുന്ന അല്ലെങ്കിൽ ഈ 4th മോഡ്യൂളിലുള്ള ടോപ്പിക്സിലുള്ള കുറച്ച് ആനിമേഷൻസ് ആൻഡ് വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്കൊന്ന് കാണാം. ഇത് നിങ്ങളിപ്പോൾ കാണുന്നത് 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് ആനിമേഷനാണ്. ഒരു 4 സ്ട്രോക്ക് എഞ്ചിന് നമ്മൾ ഇതിൻ്റെ ഓരോ സ്ട്രോക്കിനെ പറ്റിയും പഠിക്കും. ഓരോ സ്ട്രോക്കിൻ്റെ ഫിഗർ വരച്ച് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യും. ഈ എഞ്ചിൻ്റെ ഓരോ കമ്പോണൻസിനെ പറ്റിയെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് ആണ്, അതിൻ്റെ ആനിമേഷൻ. ഫുൾ ആനിമേഷൻ നമുക്ക് പഠിപ്പിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഇതെന്ന് പറയുന്നത് ഒരു മൾട്ടി സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് ആണ്. ഇത് 4 സിലിണ്ടറുള്ള എഞ്ചിനാണ്. നമ്മുടെ കാറിലൊക്കെ 4 വീലേഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ ഈ 4 സിലിണ്ടർ എഞ്ചിൻസ് ആണ്. അതിൻ്റെ ഒരു വർക്കിംഗ് ആനിമേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വർക്കിംഗ് നമ്മൾ പഠിക്കും. പിന്നെ ഈ കാണുന്നത് 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് ആണ്. 2 സ്ട്രോക്ക് എഞ്ചിൻ ഓരോ സ്ട്രോക്കും 2 സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ആകെ 2 സ്ട്രോക്കേ ഉള്ളൂ ആ വർക്കിംഗ് സൈക്കിളിൽ. ആ 2 സ്ട്രോക്കും എന്തൊക്കെയാണ്, ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെ നമ്മൾ ഓരോ സെപ്പറേറ്റ് ഫിഗർ വരച്ച് അതിൻ്റെ വർക്കിംഗ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഇത് 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ 4th മോഡ്യൂളിൽ പഠിക്കുന്നത്. പിന്നെ അടുത്ത 5th മോഡ്യൂൾ നമുക്ക് നോക്കാം. ഈ 5th മോഡ്യൂളിൽ ബേസിക്കലി 4 ടോപ്പിക്സ് ആണ് നമുക്കുള്ളത്. 4 ടൈപ്പ് ഓഫ് ടോപ്പിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തേത് റെഫ്രിജറേഷൻ. ഈ റെഫ്രിജറേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് അല്ലെങ്കിൽ അതിൻ്റെ റെഫ്രിജറേറ്റർ എന്നും പറയാറുണ്ട്. അപ്പം ഫ്രിഡ്ജിൻ്റെ അല്ലെങ്കിൽ എയർ കണ്ടീഷണർ ഇതിൻ്റെ എല്ലാം വർക്കിംഗ്, അതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള വർക്കിംഗ്, എന്ത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് അത് വർക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കും. കുറച്ച് തിയറി, ഈ റെഫ്രിജറേഷൻ്റെ തിയറിയാണ് നമ്മൾ കൂടുതലും ഈ സെക്ഷനിൽ പഠിക്കുന്നത്. അതിൻ്റെ കൂടാതെ എയർ കണ്ടീഷണറിൻ്റെയൊക്കെ വർക്കിങ്ങും നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ പഠിക്കുന്നത് പമ്പ്സിനെ പറ്റിയാണ്. ഈ പമ്പ് എന്തിനാണ് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പലരുടെയും വീടുകളിലൊക്കെ പമ്പ് ഉണ്ടായിരിക്കും. പമ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാട്ടറിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് പമ്പ്സ് ബേസിക്കലി ഉപയോഗിക്കുന്നത്.
ഈ പമ്പ് നമുക്ക് സിലബസിൽ പമ്പ്സ് ഒരുപാട് ടൈപ്സ് ഉണ്ട് എങ്കിലും നമ്മുടെ സിലബസ് 2 പമ്പ്സേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. റെസിപ്രോക്കേറ്റിംഗ് പമ്പും സെൻട്രിഫ്യൂഗൽ പമ്പും. സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പാണ്. അതല്ല ഒരു 7-8 നില ഇതുള്ള ഫ്ലാറ്റുകളോ അപ്പാർട്ട്മെൻറ്റ്സിലോ ഒക്കെ ആണെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇത് ഓരോ ടൈപ്പ് പമ്പിനും ഓരോ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പമ്പിൻ്റെ എല്ലാം വർക്കിംഗ് ഫിഗർ വരച്ച് വർക്കിംഗ് പഠിക്കും. അതിൻ്റെ കൂടെ അതിൻ്റെ ആപ്ലിക്കേഷൻസും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിൻ്റെ വർക്കിംഗ് എല്ലാം 10 മാർക്സിന് ഉള്ള ചോദ്യമാണ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പും സെൻട്രിഫ്യൂഗൽ പമ്പും ഓരോന്നും 10 മാർക്സിന് ചോദിക്കും അതിൻ്റെ വർക്കിംഗ്. അതുകൂടാതെ തന്നെ പ്രോബ്ലംസും ഉണ്ട് ആ ടോപ്പിക്കിൽ. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ എഫിഷ്യൻസി എത്രയാണ്, ഔട്ട്പുട്ട് എത്രയാണ് എന്നുള്ള സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ തന്നെ ടർബൈൻസ് നമുക്ക് പഠിക്കണം. ടർബൈൻസും എന്തിനാണ് എന്ന് നിങ്ങൾക്കറിയാം. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനാണ് ടർബൈൻസ് എന്നായിരിക്കും നിങ്ങൾ പഠിച്ചത്. ഇലക്ട്രിസിറ്റിയും ടർബൈൻസ് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ടർബൈൻസും ഒരുപാട് ടൈപ്പ് ഉണ്ട്. നമുക്ക് സിലബസിൽ 3 എണ്ണമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്: പെൽട്ടൺ ടർബൈൻ, ഫ്രാൻസിസ് ടർബൈൻ, കപ്ലാൻ ടർബൈൻ. അപ്പോൾ ഈ 3 ടർബൈനിൻ്റെയും വർക്കിംഗ് ഓരോന്നിനും പ്രത്യേകം ഫിഗറുണ്ട്. ആ ഫിഗർ വരച്ച് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ഓരോന്നിൻ്റെ ആപ്ലിക്കേഷൻ, ഇപ്പോൾ എവിടെയാണ് ഓരോ ടർബൈൻ യൂസ് ചെയ്യുന്നതെന്നും അതിൻ്റെ പിക്യുലാരിറ്റീസ് എല്ലാം നമ്മൾ പഠിക്കും. അതുകൂടാതെ അതിൻ്റെ കൂടെയും പ്രോബ്ലംസ് ഉണ്ട്. ടർബൈൻസിൻ്റെ ഔട്ട്പുട്ട് എത്രയാണെന്ന്, ഓവറോൾ എഫിഷ്യൻസി എത്രയാണെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സിമ്പിൾ പ്രോബ്ലംസും ഉണ്ട്. പിന്നെ ഉള്ളതാണ് ബെൽറ്റ്, ചെയിന്, ഗിയർ ഡ്രൈവ്സ് എല്ലാം. ഇതെന്ന് പറയുന്നത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മീഡിയംസ് ആണ്. ബെൽറ്റ് ഡ്രൈവ് ഉണ്ട്, ചെയിൻ ഡ്രൈവ് ഉണ്ട്, ഗിയർ ഡ്രൈവ് ഉണ്ട്, പിന്നെ ക്ലച്ച് ഉണ്ട്. ക്ലച്ച് നിങ്ങൾക്കറിയാം, ക്ലച്ച് കേട്ട് കാണുമല്ലോ, കാറിലും ബൈക്കിലും ഒക്കെ ഉള്ള ക്ലച്ച്. അത് തന്നെയാണ് സംഭവം. ആ ക്ലച്ചിൻ്റെ വർക്കിംഗ് എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഇതിലുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും കാണുക ഈ മോഡ്യൂളിൽ പഠിക്കാനുള്ള ടോപ്പിക്സിൻ്റെ. ഇത് എന്തൊക്കെയാണ് സംഭവം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു സ്റ്റിക്കർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ വീടുകളിലെ ഫ്രിഡ്ജിൽ? ഇതിലിപ്പം കാണുകയാണെങ്കിൽ ഒരു 2 സ്റ്റാർ എന്ന് പറയാം. നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ മേ ബി 4 സ്റ്റാറോ അല്ലെങ്കിൽ 5 സ്റ്റാറോ ഒക്കെ ആവാം. ഈ സ്റ്റാർ റേറ്റിംഗ്സിനെ പറ്റി വരെ നമുക്ക് പഠിക്കാനുണ്ട്. കഴിഞ്ഞ സിലബസിൽ സ്റ്റാർ റേറ്റിംഗ്സിനെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു. നിങ്ങളുടെ സിലബസിൽ ഉണ്ടോ ഇല്ലയോ എന്ന് കറക്റ്റ് അറിയത്തില്ല, നോക്കണം. എന്താണെന്നാലും അതുവരെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് എയർ കണ്ടീഷണറിൻ്റെ, റെഫ്രിജറേറ്ററിൻ്റെ ഒക്കെ ഇതാണ്. ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ തിയററ്റിക്കലായിട്ടുള്ള വർക്കിംഗ് നമ്മൾ പഠിക്കും. പിന്നെ ഉള്ളതാണ് സെൻട്രിഫ്യൂഗൽ പമ്പും റെസിപ്രോക്കേറ്റിംഗ് പമ്പും എല്ലാം. ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ പഠിക്കും. ഇതിൻ്റെ മോഡൽസ് എല്ലാം നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ലാബിലുണ്ട്. പറ്റുകയാണെങ്കിൽ ഇതെല്ലാം കാണിച്ചു തരാം. മോഡൽസ്, ഇതിൻ്റെ എല്ലാം വർക്കിംഗ് മോഡൽസ്, ഒറിജിനൽ സാധനമല്ല, മോഡൽസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലാബിലുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ, കോളേജ് തുറക്കുകയാണെങ്കിൽ ഇതെല്ലാം കൊണ്ട് കാണിച്ചു തരാം, അവൈലബിൾ ആണ് എങ്കിൽ. അപ്പോൾ ഇത് സെൻട്രിഫ്യൂഗൽ പമ്പ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ മോഡൽസാണ് ഈ കാണുന്നത്. പിന്നെ പെൽട്ടൺ ടർബൈന്, ഫ്രാൻസിസ് ടർബൈന്. ഇത് നിങ്ങൾ കാണുമ്പോൾ വളരെ ചെറിയ ഒരു ഡിവൈസ് ആയിട്ട് തോന്നും. സത്യം പറഞ്ഞാൽ ആക്ച്വലായിട്ടുള്ള ടർബൈൻ എന്ന് പറഞ്ഞാൽ മേ ബി ഒരു റൂമിനെക്കാളും വലുതായിരിക്കും. അത്രയും വലിയ റൂമല്ല, അതിനേക്കാളും വലുതായിരിക്കും ടർബൈൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാം ഒരു മിനിയേച്ചർ മോഡൽസാണ് ഈ ഫോട്ടോയിൽ കാണുന്നതല്ല. ഇതുപോലത്തെ മിനിയേച്ചർ മോഡൽസ് നമ്മുടെ കോളേജിലുണ്ട്. കോളേജ് ലാബിലും ഇങ്ങനത്തെ മോഡൽസ് ഉണ്ട്. അതിൽ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നതാണ്. എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എത്രയാണെന്നും എഫിഷ്യൻസി എത്രയാണെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാം പ്രോബ്ലം ചെയ്ത് നമുക്കും ആ സെയിം പ്രോബ്ലംസ് ഉള്ളതാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഇതിൻ്റെ ആക്ച്വലായിട്ടുള്ള റീഡിംഗ് ഒക്കെ എടുത്ത് വർക്ക് ചെയ്ത് റീഡിംഗ് എടുത്ത് എഫിഷ്യൻസി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസ് എല്ലാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനുണ്ട് ഹയർ സെമസ്റ്റേഴ്സിൽ. അപ്പോൾ ഇതാണ് പെൽട്ടൺ ടർബൈൻ അല്ലെങ്കിൽ ഫ്രാൻസിസ് ടർബൈൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സാമ്പിൾ ഫോട്ടോ. അതുപോലെ തന്നെ കപ്ലാൻ ടർബൈൻ, ഈ കാണുന്ന കപ്ലാൻ ടർബൈൻ്റെ ഒരു സാമ്പിൾ ഫോട്ടോ. എന്തായിരുന്നാലും ഫോട്ടോ പോലെയൊന്നുമല്ല നമ്മൾ വരയ്ക്കാനായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഉണ്ട് എക്സാമിന് വരച്ച് അതിൻ്റെ വർക്കിംഗ് എഴുതാനായിട്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഉള്ളതാണ് ബെൽറ്റ് ഡ്രൈവ്. ഈ ബെൽറ്റ് ഡ്രൈവ് നിങ്ങൾ കണ്ടിരിക്കും. ഇതിപ്പം ശ്രദ്ധിച്ചറിയാം, ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് പവർ എത്തിക്കാൻ വേണ്ടിയാണ് ഈ ബെൽറ്റ് ഡ്രൈവ്സ് ഉപയോഗിക്കുന്നത്. ബെൽറ്റ് ഡ്രൈവ് ആയിരുന്നാലും ചെയിൻ ഡ്രൈവ് ആയിരുന്നാലും ഗിയർ ഡ്രൈവ് ആയിരുന്നാലും ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പവർ എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഡ്രൈവ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ. ഇത് ചെയിൻ ഡ്രൈവ്. ഈ ചെയിൻ ഡ്രൈവും നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ബൈക്കിലൊക്കെ ഉപയോഗിക്കുന്ന ചെയിൻ ഡ്രൈവാണ്. ബൈക്കിൻ്റെ എൻജിൻ ആൻഡ് ഗിയർ ബോക്സ് ഇരിക്കുന്ന സാധാരണ ഈ പൊസിഷനിലാണ്. അപ്പോൾ അവിടെ നിന്ന് ബാക്കിലത്തെ വീലിലേക്ക് പവർ എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടി ചെയിൻ ഡ്രൈവാണ് ഉപയോഗിക്കുന്നത്. ഈ ഉപയോഗിക്കുന്ന ചെയിൻ, അതിനെയാണ് ചെയിൻ ഡ്രൈവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗിയർ ഡ്രൈവ് ഉണ്ട്. ഇത് നിങ്ങൾ കണ്ടു കാണും, ഗിയേഴ്സൊക്കെ. അപ്പം ഇതിൻ്റെ പറ്റിയുള്ള തിയററ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇതിൻ്റെ ആപ്ലിക്കേഷൻസും ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ മോഡ്യൂളിൽ പഠിക്കും. പിന്നെ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്. ഈ ക്ലച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇതിൻ്റെ ഫിഗർ നല്ല പാടാണ് വരയ്ക്കാനായിട്ട്, എക്സാമിന് വരയ്ക്കാനായിട്ട് ക്ലച്ചിൻ്റെ ഫിഗർ വളരെ പാടാണ്. എന്നാണ് നമ്മൾ വരച്ച് അതിൻ്റെ വർക്കിംഗ് നമ്മൾ പഠിക്കും. ഈ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചാണ് ഈ 2 വീലേഴ്സിലൊക്കെ ഉപയോഗിക്കുന്നത്. 4 വീലേഴ്സിൽ സിംഗിൾ പ്ലേറ്റ് അല്ല, മൾട്ടി പ്ലേറ്റ് ക്ലച്ചാണ് 4 വീലേഴ്സിലൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ 2 വീലർ ബൈക്കുകളിലൊക്കെ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചൊക്കെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയാണ് മോഡ്യൂൾ 5 ഉള്ളത്.
ഇനിയുള്ളതാണ് മോഡ്യൂൾ 6. എൻ്റെ ഒപ്പീനിയനിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മോഡ്യൂളാണ് ഈ മോഡ്യൂൾ 6 എന്ന് പറയുന്നത്. പ്രോബ്ലംസ് ഒന്നുമില്ല, ഫുള്ള് തിയറിയാണ്, ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്, ഇഷ്ടം പോലെ ഫിഗേഴ്സും ഉണ്ട്. പക്ഷേ പഠിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, ഈസിയുമാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് പഠിക്കാനുണ്ട് എങ്കിലും സത്യം പറഞ്ഞാൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മോഡ്യൂൾ ഈ മോഡ്യൂൾ 6 ആണ്. പഠിക്കാൻ ഒരുപാടുണ്ട്, പക്ഷേ ഈസിയാണ് പഠിക്കാൻ. മാത്രമല്ല കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് ഇതിലെ കാര്യങ്ങളെല്ലാം പഠിക്കാനായിട്ട്. അപ്പോൾ ഈ മോഡ്യൂൾ 6 ഉള്ള കുറച്ച് പോർഷൻസിനെ പറ്റി നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ പഠിക്കേണ്ടതായിട്ട് വരും, അവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നുവെങ്കിൽ വർക്ക്ഷോപ്പിൽ വർക്ക് ആക്ച്വലായിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചേനെ. ആ വർക്ക്ഷോപ്പിൽ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ഈ മോഡ്യൂളിലാണ് പഠിക്കുന്നത്. ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ വർക്ക്ഷോപ്പ് നിങ്ങൾക്കുണ്ടെന്നറിയാം. അതിൻ്റെ സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതിലുള്ള പല കാര്യങ്ങളും നമ്മുടെ മോഡ്യൂൾ 6 വരുന്നത്. അപ്പോൾ നമ്മൾ മോഡ്യൂൾ 6 എത്തുമ്പോഴേക്കും മിക്കവാറും വർക്ക്ഷോപ്പിൽ പല കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ മോഡ്യൂൾ 6 പോർഷൻസ് പഠിക്കാനായിട്ട് കുറച്ചും കൂടെ ഈസി ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഈ മോഡ്യൂൾ 6 പഠിക്കാനുള്ള കാര്യങ്ങളെ നമുക്കിങ്ങനെ ഒരു 4 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ആദ്യത്തേത് കാസ്റ്റിംഗ്, ഫോർജിങ്, റോളിംഗ്, എക്സ്ട്രൂഷൻ എന്നീ പറയുന്ന സംഭവങ്ങൾ. ഞാൻ ഈ വാക്കുകൾ വായിച്ചിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുഴപ്പമില്ല, നമുക്കത് പഠിക്കാം. പിന്നെ വരുന്നതാണ് വെൽഡിങ്, സോൾഡറിങ്, ബ്രാസിങ്. ഇത് നിങ്ങൾ എന്തായാലും കേട്ട് കാണും. വെൽഡിങ് നിങ്ങൾ കേട്ട് കാണും, സോൾഡറിങ്ങും നിങ്ങൾ കണ്ടും കാണും. വെൽഡിങ്ങും കണ്ടു കാണും, സോൾഡറിങ്ങും കണ്ടു കാണും. ഇലക്ട്രോണിക് ഡിവൈസസിലൊക്കെ വരുമ്പോൾ കംപ്ലയിൻസ് ഒക്കെ വരുമ്പോൾ ശരിയാക്കുമ്പോൾ സോൾഡറിങ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം ആ സംഭവങ്ങളെയാണ് വെൽഡിങ്, സോൾഡറിങ്, ബ്രാസിങ് എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം ജോയിനിങ് പ്രോസസ്സുകളാണ്, മെറ്റൽ ജോയിനിങ് പ്രോസസ്സുകളാണ് ഇതെല്ലാം. രണ്ട് മെറ്റൽസിനെ തമ്മിൽ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഈ വെൽഡിങ്ങും, സോൾഡറിങ്ങും, ബ്രാസിങ്ങും. അപ്പോൾ ഇതിനെ പറ്റിയെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇത് ഓരോന്നും 10 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ കാസ്റ്റിംഗ്, ഫോർജിങ്, റോളിങ്, എക്സ്ട്രൂഷൻ ഇതെല്ലാം സെപ്പറേറ്റ് ഫിഗർ ഉണ്ട്. ഓരോന്നും 10 മാർക്സിന് ചോദിക്കുന്നതാണ്. അതിൽ തന്നെ കാസ്റ്റിങ്ങിനെ പറ്റിയൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. 10 മാർക്സിൻ്റെ തന്നെ 4-5 ക്വസ്റ്റ്യനൊക്കെ ഈ കാസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. പിന്നെ വെൽഡിങ്, സോൾഡറിങ്, ബ്രാസിങ് ഇതെല്ലാം ഓരോന്ന് 10 മാർക്കിന് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതിൽ തന്നെ വെൽഡിങ്ങിനെ പറ്റി നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ പഠിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻസ്. നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പല ടൈപ്പ് ഓഫ് മെഷീൻസിനെ പറ്റി നമ്മൾ പഠിക്കും. ലെയ്ത്ത്, ഡ്രില്ലിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡിങ് മെഷീൻ. ഗ്രൈൻഡിംഗ് മെഷീൻ നിങ്ങൾ കേട്ട് കാണും. നമ്മൾ വീട്ടിൽ അരിയാട്ടുന്ന ഗ്രൈൻഡിംഗ് മെഷീൻ അല്ല ഇത്. ആ ഗ്രൈൻഡിംഗ് മെഷീൻ അല്ല ഈ സംഭവം. ഈ ഗ്രൈൻഡിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണും. ഈ നൈഫ്, കത്തിയുടെ മൂർച്ച കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ. അത് സൈക്കിൾ കൊണ്ട് നടക്കും പോലെ, സൈക്കിൾ ടയർ കൊണ്ട് നടക്കും പോലെയൊക്കെ ഒരു ഡിവൈസ് കൊണ്ട് നടക്കുന്ന കാണാം, പോർട്ടബിൾ ആയിട്ടുള്ള ഡിവൈസ്. അതും ആക്ച്വലി ഒരു ഗ്രൈൻഡിംഗ് മെഷീനാണ്. അതിനെ പോർട്ടബിൾ ഗ്രൈൻഡിംഗ് മെഷീൻ എന്ന് പറയും. അപ്പം മെറ്റൽസിനെയൊക്കെ സ്മൂത്ത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന മെഷീൻസാണ് ഗ്രൈൻഡിംഗ് മെഷീൻ. അല്ലാതെ വീട്ടിൽ അരിയാട്ടുന്ന മെഷീൻ അല്ല ഈ ഗ്രൈൻഡിംഗ് മെഷീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മെഷീൻസിനെ പറ്റിയൊക്കെ പഠിക്കും. പിന്നെ CNC എന്ന് പറയുന്നൊരു കമ്പ്യൂട്ടർ കൺട്രോൾഡ് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ വില കൂടിയ ഒരു മെഷീനെ പറ്റി പഠിക്കും. പിന്നെ ഈ മെഷീൻസ് ഉപയോഗിച്ച് എന്തൊക്കെ വർക്ക് ചെയ്യാം, എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാം എന്നതിനെ പറ്റിയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇത് ഓരോന്നും 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. ഈ ലെയ്ത്ത്, ഡ്രില്ലിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡിംഗ് മെഷീൻ ഇതിൻ്റെ എല്ലാം ബ്ലോക്ക് ഡയഗ്രാം വരച്ച് അതിൻ്റെ ഓരോ പാർട്സിൻ്റെയും വർക്കിംഗ് എന്താണ്, ഫംഗ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് എന്തൊക്കെ ഓപ്പറേഷൻസ്, എന്തൊക്കെ വർക്ക് ചെയ്യുന്നു അതിനെപ്പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. ഇതെല്ലാം ഓരോന്നും 10 മാർക്സ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ കാറ്റ് കാമും റാപ്പിഡ് ഓർ അഡാപ്റ്റീവ് മാനുഫാക്ചറിങ് എന്നും പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻസ്, ഇത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ 6th മോഡ്യൂൾ എന്ന് പറയുന്നത്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും ആനിമേഷൻസും അല്ലെങ്കിൽ വീഡിയോസൊക്കെ നമുക്കൊന്ന് കാണാം. ഇതാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മെറ്റലിനെ മെൽറ്റ് ചെയ്ത് ഓരോ ഡിഫറെൻറ്റ് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ മെറ്റലിനെ മെൽറ്റ് ചെയ്യും, അതായത് ലിക്വിഡ് ഫോമിലോട്ട് ചൂടാക്കി ലിക്വിഡ് ഫോമിലോട്ട് ആക്കിയെടുക്കും. അങ്ങനെ മെൽറ്റ് ചെയ്തിട്ടാണ് ഡിഫറെൻറ്റ് ഷേപ്സിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ വർക്ക്ഷോപ്പിൽ ഇതിനുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഇതൊന്നും നിങ്ങളെ ചെയ്ത് കാണിക്കത്തില്ല, പക്ഷേ ഇതിൻ്റെ മൗൾഡ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളെ കൊണ്ട് ചെയ്ത് ഉണ്ടാക്കി വയ്ക്കണം എന്നൊക്കെയാണ് സിലബസിൽ പറയുന്നത്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങളെ കൊണ്ടത് മൗൾഡ് ഉണ്ടാക്കിക്കാൻ പറ്റത്തില്ല, പക്ഷേ എന്നാലും അത് ഉണ്ടാക്കുന്നതൊക്കെ അവർ കാണിച്ചു തരുമായിരിക്കും. അപ്പം ഇത് ഫൗണ്ടറി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ അകത്താണ് ഈ കാസ്റ്റിംഗ് വരുന്നത്. നിങ്ങളുടെ വർക്ക്ഷോപ്പിൽ ഫൗണ്ടറി എന്നായിരിക്കും പറയുന്നത്, സംഭവം കാസ്റ്റിംഗ് തന്നെയാണ്. അപ്പോൾ ആ കാസ്റ്റിങ്ങിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മെറ്റലിനെ മെൽറ്റ് ചെയ്താണ് ഓരോ ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് കാസ്റ്റിംഗ്. പിന്നെ ഒന്ന് ഫോർജിങ് എന്ന് പറയുന്നത്. ഫോർജിങ്ങിൽ മെറ്റലിനെ ചൂടാക്കും.
വർക്ക് പീസിനെ ചൂടാക്കി, പക്ഷേ മെൽറ്റ് ചെയ്യത്തില്ല, പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ടേ ചൂടാക്കത്തുള്ളൂ. പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ചുട്ട് പഴുത്ത ടെമ്പറേച്ചർ എന്നൊക്കെ പറയാം. അത് ഈ മെറ്റലിനെ ചൂടാക്കുമ്പോഴേക്കും ഇങ്ങനെ സ്വർണ്ണ കളറിലോട്ടാവും. അത്രത്തോളം ഹൈ ടെമ്പറേച്ചർ എത്രപ്പോഴേക്കും ഇങ്ങനെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ടാവും. ഇതെന്ന് പറയുന്നത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു രൂപമായിരിക്കും ഈ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ടെമ്പറേച്ചറിലോട്ട് ചൂടാക്കി, അതായത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയതിന് ശേഷം ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഇതിൻ്റെ ഷേപ്പും സൈസും ലെങ്തും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനത്തെ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്താണ് ഈ ലെങ്തും ബ്രെഡ്ത്തും വിഡ്ത്തും ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പം ആ പ്രോസസ്സിനെയാണ് ഫോർജിങ് എന്ന് പറയുന്നത്. അതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക. ഇത് ചൂടാക്കിയ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലാക്കിയ വർക്ക് പീസാണ്. അതിൽ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിൻ്റെ വിഡ്ത്ത് കുറയ്ക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതാ കണ്ടല്ലോ, വളരെ ഹൈ ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് കൈ കൊണ്ടല്ല അതിനെ പിടിച്ചിരിക്കുന്ന ആ വർക്ക് പീസിനെ, ആ സ്വർണ്ണ കളറിൽ ചുട്ടുപഴുത്തിരിക്കുന്ന ആ വർക്ക് പീസിനെ കൈ കൊണ്ടല്ല പിടിച്ചിരിക്കുന്നത്. വേറെ എക്യുപ്മെൻ്റ് ഉണ്ട്. വളരെ ഹൈ ടെമ്പറേച്ചർ ആയതുകൊണ്ട് നമുക്ക് തൊടാനൊന്നും സാധിക്കത്തില്ല. വളരെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ഇതിൻ്റെ അടുത്ത്. അപ്പോൾ ഇങ്ങനെ മെഷീൻ ഉപയോഗിച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്ത് നമുക്ക് ഓരോ ഷേപ്പ് സൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രോസസ്സാണ് ഫോർജിങ് എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും ഈ ഫോർജിങ് ഒക്കെ. പിന്നുള്ളതാണ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഈ എക്സ്ട്രൂഷനിലും ഈ വർക്ക് പീസിനെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയിട്ട് ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തോട്ട് വയ്ക്കും. ഒരു ബ്ലോക്കിൻ്റെ അകത്തൊരു ഹോൾ കാണും. ആ ഹോളിൻ്റെ അകത്തോട്ട് ഈ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ ചൂടാക്കിയ വർക്ക് പീസിനെ വച്ചിട്ട് അതിനെ കംപ്രസ് ചെയ്യും. ഫോഴ്സ് അപ്ലൈ ചെയ്ത് കംപ്രസ് ചെയ്യും. ഇത് ഈ ചൂടാക്കിയ ഈ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ ആക്കിയ വർക്ക് പീസ് വച്ച ആ പോർഷനിൽ ഒരു ഓപ്പണിംഗ് കാണും. ആ ഓപ്പണിംഗ് വഴി അത് പുറത്തോട്ട് വരും. ഇവിടെ നിന്ന് ഈ റൈറ്റ് സൈഡിലോട്ടുള്ള ആ ഡയറക്ഷനിലോട്ടായിരിക്കും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അത് കാരണം ഇവിടെയുള്ള ഗ്യാപ്പ് വഴി ആ മെറ്റൽ പീസ് പുറത്തോട്ട് വരും. ആ ഒരു പ്രോസസ്സാണ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ വീഡിയോ നോക്കുക. ഇതാണ് ചൂടാക്കിയ മെറ്റൽ വർക്ക് പീസ് എന്ന് പറയുന്നത്. അതിനെ ഇങ്ങനെ ഒരു കണ്ടെയ്നറിനകത്ത് കയറ്റി കംപ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓപ്പണിംഗ് കാണും. ആ ഓപ്പണിങ്ങിൽ കൂടെ അത് പുറത്തോട്ട് വരും. അപ്പോൾ ഈ പുറത്തോട്ട് വരുന്നതാണ് നമുക്ക് വേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ പുറത്തോട്ട് വരുന്നതാണ്. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങും കുറച്ച് തിയറി പാർട്ടൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ. പിന്നുള്ളതാണ് റോളിംഗ് എന്ന് പറയുന്നത്. റോളിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. 2 റോളേഴ്സ് കാണും. അതിൻ്റെ അകത്തു കൂടെ ഈ ചൂടാക്കിയ വർക്ക് പീസിനെ കടത്തിവിടും. അങ്ങനെ ചൂടാക്കിയ വർക്ക് പീസ് പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ ചൂടാക്കിയ വർക്ക് പീസിനെ കടത്തി വിടുമ്പോഴേക്കും അതിൻ്റെ തിക്നെസ് കുറയും. അത്രയേ ഉള്ളൂ. ഈ കാണുന്ന പോലെ തന്നെ ഇവിടെ തിക്നെസ് കൂടുതലായിരുന്നു. 2 റോളേഴ്സിൻ്റെ അകത്തുകൂടെ റോളേഴ്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ അകത്തുകൂടെ പ്ലേറ്റിനെ കടത്തി വിടുമ്പോഴേക്കും അതിൻ്റെ തിക്നെസ് കുറയും. അങ്ങനെ തിക്നെസ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ പ്രോസസ്സാണ് റോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇനി അടുത്താണ് ലെയ്ത്ത് എന്ന് പറയുന്ന ഈ ഒരു മെഷീൻ. ഈ മെഷീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഇതിലുള്ള ഓരോ കമ്പോണൻസിനെ പറ്റിയും അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. ഇത് ഓരോ കമ്പോണൻസും ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റൽ എന്താണെന്ന് അതിനെപ്പറ്റി വരെ ഡീറ്റെയിൽഡ് ആയിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് പഠിക്കുന്നതാണ്. പക്ഷേ നമുക്ക് അത്രയും ഡെപ്തിൽ പഠിക്കേണ്ട. നമുക്ക് ഇതിൻ്റെ ഫിഗർ വരച്ച് ഈ കാണുന്ന പോലത്തെ ഒരു ലെയ്ത്തിൻ്റെ ഫിഗർ വരച്ച് ബ്ലോക്ക് ഡയഗ്രാം വരച്ചാൽ മതി. ഫിഗർ വരച്ചിട്ട് അതിൽ ഓരോ കമ്പോണൻസ് മാർക്ക് ചെയ്ത് ആ കമ്പോണൻസിൻ്റെ അല്ലെങ്കിൽ അസംബ്ലിയുടെ വർക്കിംഗ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതെല്ലാം 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതാണ് ലെയ്ത്ത് എന്ന് പറയുന്നത്. ഈ മെഷീൻ ബേസിക്കലി ഉപയോഗിക്കുന്നത് സിലിണ്ടറിക്കലായിട്ടുള്ള ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനാണ്. സിലിണ്ടറിക്കലായിട്ടുള്ള വർക്ക് പീസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ സിലിണ്ടറിക്കലായിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ വീഡിയോ കാണുക. ഇതാണ് ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീനിലുള്ള കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത്. ഇതാണ് വർക്ക് പീസ്. ഈ വർക്ക് പീസിൽ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സിലിണ്ടറിക്കലായിട്ടുള്ള സർഫസ് ആണല്ലോ, സിലിണ്ടറിക്കൽ ഷേപ്പാണല്ലോ ഈ ഉണ്ടാക്കി കൊണ്ട് വരുന്നത്. അതാണ് ഈ ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇതാ കണ്ടല്ലോ, സിലിണ്ടറിക്കൽ സർഫസ് ആണ് ഈ ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് ലെയ്ത്ത് എന്ന മെഷീൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഡ്രില്ലിംഗ് മെഷീൻ. ഇതിൻ്റെ വർക്കിംഗ് എന്താണ്, ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ് ഡ്രില്ലിംഗ് മെഷീൻ? ഹോളിടാനാണ് ഡ്രില്ലിംഗ് മെഷീൻ. അപ്പം ഇത് ഹോളിടാൻ നമ്മൾ പല ടൈപ്പ് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻസ് ഉണ്ട്. നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സാണ്, പക്ഷേ സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രീസിലൊക്കെ ഉപയോഗിക്കുന്ന ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഷേപ്പിലും സൈസിലും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഇൻഡസ്ട്രീസിലൊക്കെ ഉപയോഗിക്കുന്ന ഡ്രില്ലിംഗ് മെഷീനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെയും ഫിഗർ വരച്ച് ഇതിൻ്റെ ഓരോ കമ്പോണൻസ് എന്തൊക്കെയാണ്, ഓരോ പാർട്ടും എന്തൊക്കെയാണ്, ഈ കാണുന്ന ഓരോ പാർട്ടിനും സെപ്പറേറ്റ് പേരുണ്ട്. ഇതിനും ഈ കമ്പോണൻറ്റും ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും, മോട്ടറാണിത്. അപ്പം ഇങ്ങനത്തെ ഓരോ കമ്പോണൻറ്റും പേരൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരച്ച് മാർക്ക് ചെയ്ത് അതിൻ്റെ ഫംഗ്ഷൻസ് എല്ലാം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് ഡ്രില്ലിംഗ് മെഷീനാണ്. ഇത് നമ്മൾ പഠിക്കും.
പിന്നെ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മെഷീനെ പറ്റി പഠിക്കും. ഈ മില്ലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ഉണ്ടാക്കിയെടുക്കാനാണ്. ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് മേ ബി ഹൊറിസോണ്ടലും ആവാം, വെർട്ടിക്കലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആംഗുലാർ ഇതിലും ആവാം. പക്ഷേ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും ഈ മില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ വീഡിയോ കാണുക. ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് മില്ലിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന മില്ലിംഗ് കട്ടർ എന്ന് പറയും. അതാണ് അതിൻ്റെ ടൂള്. ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് മില്ലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്. ഇത് അതിലുപയോഗിക്കുന്ന ടൂളാണ്. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. മില്ലിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസിനെ പറ്റി വരെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പം ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് മില്ലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്താണ് CNC എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു മെഷീൻ. ഇത് വളരെ വില കൂടിയ മെഷീനാണ്. വളരെ ആക്യുറസി കൂടിയ, വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, ഫുള്ളി കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ്. ഇത് മേ ബി ഒരു വില പറയുകയാണെങ്കിൽ 35-40 lakhs ഒക്കെ വരുന്ന മെഷീനാണ്. ഇതിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാനൊക്കെ ഇതിൻ്റെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഭാഗം ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടർ എന്ന ഭാഗം ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് പ്രോഗ്രാം ചെയ്ത് അല്ലെങ്കിൽ വേറെ കമ്പ്യൂട്ടറിൽ ചെയ്ത പ്രോഗ്രാം ഇതിലോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കാം. അതിനും പ്രൊവിഷനുണ്ട്. ഫീഡ് ചെയ്ത് കൊടുത്തിട്ട് മെഷീൻ ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് പീസിൽ ടൂളൊക്കെ ചേഞ്ച് ചെയ്ത് വേണ്ട ടൂൾ ഉപയോഗിച്ച് എന്ത് ഷേപ്പാണോ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തോളും. മെഷീൻ ഓൺ ചെയ്യുക എന്ന ജോലി മാത്രമേ ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന വർക്കർക്കുള്ളൂ. ബാക്കിയെല്ലാം മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളും. അപ്പോൾ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ് CNC എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയും വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. എന്താണ് CNC, എൻ്റെ പർപ്പസ് എന്താണ് എന്നൊക്കെ കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാൻ ഒക്കത്തില്ല, കാരണം അത് ഒരുപാടുണ്ട്. അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള മനുഷ്യന് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ മെഷീനെ പറ്റിയും പഠിക്കും. അതിൻ്റെ ഒരു വീഡിയോ കാണുക. ഇത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള പ്രോഗ്രാം അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പ്രോഗ്രാം ഉപയോഗിച്ച് ആ CNC മെഷീനിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇങ്ങനെ കർവായിട്ടുള്ള സർഫസസ്, വളരെ ഹൈ സ്പീഡിൽ, വളരെ ഹൈ സർഫസ് ഫിനിഷിൽ, വളരെ ഹൈ ആക്യുറസിയിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഉണ്ടാക്കിയെടുക്കും. ഇതിൻ്റെ ടൂളിൻ്റെ മൂവ്മെൻ്റ് ഒന്നും ഈ മൂവ് ചെയ്യുന്നതൊന്നും ഓപ്പറേറ്റർ അല്ല കൺട്രോൾ ചെയ്യുന്നത്. മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടർ കൺട്രോൾഡാണ്. അതിൽ കൊടുത്തിട്ടുള്ള പ്രോഗ്രാം ഉപയോഗിച്ച് അത് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. എല്ലാ വർക്കും ചെയ്യുന്നത് കമ്പ്യൂട്ടർ കൺട്രോൾഡാണ്, അല്ല ഓപ്പറേറ്റർ അല്ല. അപ്പോൾ ഇതാണ് CNC എന്ന് പറയുന്ന മെഷീൻ. അപ്പോൾ ഇതിനെ പറ്റിയെല്ലാം നമ്മൾ പഠിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ സിലബസിൽ പഠിക്കാനുള്ളത്. ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സെക്ഷനിൽ പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളുണ്ടതായിട്ട് തോന്നും. പക്ഷേ സംഭവം പഠിക്കാനെല്ലാം സിമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകളിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള 1-2 സബ്ജക്റ്റിൽ ഒന്നാണ് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഈ സബ്ജക്റ്റ് സാധാരണ ആരും ഫെയിൽ ആവാറില്ല, എല്ലാവരും നല്ല മാർക്ക് വാങ്ങിയാണ് ജയിക്കുന്നത്. അപ്പം നമുക്ക് ഇത് കാര്യമായിട്ട് പഠിക്കാനായിട്ട് നോക്കാം. അപ്പം ഈ വീഡിയോയിൽ തൽക്കാലം ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. ബാക്കി അടുത്ത വീഡിയോ മുതൽ നമ്മൾ ആക്ച്വലായിട്ടുള്ള പോർഷൻസ് പഠിച്ചു തുടങ്ങും. അപ്പം ഈ വീഡിയോയിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.